ഞാൻ ഡോക്ടർ ടിഷ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമ്മൾ കുറേ പേര് യൂസ് ചെയ്ത് കാണുന്ന ഒരു സംഭവമാണ് ഉള്ളിനീര്. മുടി വളരാനും അതുപോലെ മുടി കൊഴിച്ചിൽ മാറാനും സഹായിക്കുന്നു എന്ന രീതിയിൽ നമ്മൾ ഉള്ളിനീര് തലമുടിയിൽ തേക്കാറുണ്ട്. ഇതിൻ്റെ പിന്നിലെ ആ ഒരു രഹസ്യം എന്താണ്? ശരിക്കും ഉള്ളിനീര് തേച്ചാലും മുടി വളരൂ, ആ ഒരു മുടി കൊഴിച്ചിൽ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. സോ മുടി എന്ന് പറയുന്നത് ഉണ്ടായിട്ടുള്ളത് കെരാറ്റിൻ എന്നൊരു പ്രോട്ടീൻ കൊണ്ടാണ്. അത് നമുക്കൊക്കെ അറിയാം അല്ലേ? അപ്പോൾ ഈ ഒരു ഉള്ളിനീരിൽ അടങ്ങിയിട്ടുള്ളത് സൾഫറാണ്. ഈ ഒരു സൾഫറും കെരാറ്റിൻ പ്രോട്ടീൻ തമ്മിലുള്ള ആ ഒരു ബന്ധം എന്താണെന്ന് നമുക്ക് നോക്കാം. അത് മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകും ഈ ഒരു ഉള്ളിനീര് നമ്മൾ തേക്കുന്നത് കൊണ്ട് ഗുണമാണോ ദോഷമാണോ ഉള്ളത് എന്നുള്ളത്. സോ നമുക്ക് നോക്കാം. കെരാറ്റിൻ എന്ന് പറയുന്ന ഈ ഒരു പ്രോട്ടീൻ ഉണ്ടാകാൻ സഹായിക്കുന്നത് സൾഫറാണ്. സൾഫർ നല്ല രീതിയിൽ കെരാറ്റിൻ പ്രോട്ടീൻ ഉണ്ടാവാനായിട്ട് സഹായിക്കും. അപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ബ്ലോക്ക്, നമ്മുടെ മുടിയുടെ ബിൽഡിംഗ് ബ്ലോക്ക് എന്ന് പറയുന്നത് സൾഫർ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ഒരു സൾഫർ എന്ത് ചെയ്യും? അമിനോ ആസിഡ്സുമായിട്ട് ചേർന്നിട്ട് കെരാറ്റിൻ പ്രോട്ടീൻ ഫോം ചെയ്യാൻ നമ്മുടെ ബോഡിയിൽ, പ്രധാനമായിട്ടും മുടിയിൽ കെരാറ്റിൻ പ്രോട്ടീന് ഫോം ചെയ്യാനായിട്ട് സഹായിക്കുന്നതാണ്. സോ ആ ഒരു രീതിയിലാണ് നമുക്ക് ഈ ഒരു സൾഫർ ബെനിഫിഷ്യൽ ആയിട്ട് മാറുന്നത് നമ്മുടെ ആ ഒരു മുടിയിൽ. ഇനി നമുക്ക് കൊളാജിൻ, ഇതുപോലെ തന്നെ കൊളാജിൻ എന്താണ്? നമ്മൾ കേട്ടിട്ടുള്ള ഒരു വാക്കാണ്. നമ്മുടെ സ്കിന്നിലും അതുപോലെ തന്നെ തലോട്ടിലും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഈ ഒരു കൊളാജിൻ്റെ ആക്ടിവേറ്റർ ആയിട്ട് സൾഫർ പ്രവർത്തിക്കുന്നുണ്ട്. സോ കെരാറ്റിൻ്റെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ കൊളാജിൻ്റെ ആക്ടിവേറ്റർ ആയിട്ടും. പിന്നെ ഒന്ന് പറയുന്നത് സർക്കുലേഷൻ, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു സൾഫർ നല്ല രീതിയിൽ സഹായിക്കുന്നുണ്ട്. ഉള്ളിനീരിലെ സൾഫർ പ്രധാനമായിട്ടും നമ്മളിവിടെ ഉള്ളിനീരാണ് പറയുന്നത്. സോ ഉള്ളിനീരിലെ സൾഫർ എന്തൊക്കെ ചെയ്യും? കെരാറ്റിൻ്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, കൊളാജിൻ ആക്ടിവേറ്റർ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഈ ഒരു സൾഫർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ബ്ലഡ് സർക്കുലേഷൻ കൂടുമ്പോഴത്തേക്ക് നമ്മൾ മസാജ് ചെയ്യുമ്പോൾ അവിടെ ആ ഫോളിക്കിൾസ് ഒക്കെ ഓപ്പൺ ആയിട്ട് മുടി തഴച്ച് വളരാനായിട്ട് സഹായിക്കുന്നുണ്ട്. സ്പ്ലിറ്റ് എൻഡ്സ് കുറയ്ക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഡാൻഡ്രഫ്, സ്പ്ലിറ്റ് എൻഡ്സ് പോലുള്ള കണ്ടീഷനൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇനി എങ്ങനെ യൂസ് ചെയ്യണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ഉള്ളിനീരിൻ്റെ ആ ഒരു സൾഫറാണ് ഹെൽപ്പ് ചെയ്യുന്നത് പറഞ്ഞു. ഇനി നമ്മൾ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്? ശരിയായിട്ടുള്ള രീതിയിൽ യൂസാണ് ഹെൽപ്പ് ചെയ്യുന്നത് നിങ്ങളുടെ ആ ഒരു മുടി കൊഴിച്ചിൽ മാറാനും മുടി തഴച്ച് വളരാനായിട്ടും. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് പേർക്ക് ഉള്ളിനീര് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലായിരിക്കും. ആ ഒരു റിസൾട്ട് നമുക്ക് കണ്ടുവരും. ഉള്ളിനീര്, ഒരു ഉള്ളി എടുത്തിട്ട് അതിൻ്റെ നീര്, ഒരു ഉള്ളി മുഴുവൻ, ഒരു ഉള്ളി വലിയൊരു ഉള്ളി എടുത്തിട്ട് അതിൻ്റെ നീര് എടുത്ത് നിങ്ങൾ ഒരുപാട് എല്ലാം കൂടെ ഒരുമിച്ച് തേക്കരുത്, കുറച്ച് കുറച്ചായിട്ട് എടുത്ത് മസാജ് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മസാജ് തന്നെയാണ്. സോ മസാജ് ചെയ്ത് കൊടുക്കുക. അത് നോർമലായിട്ട് ഈ ഒരു ഉള്ളിനീര് കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇനി ഉള്ളിനീര് ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എണ്ണ, നിങ്ങൾ യൂസ് ചെയ്യുന്ന എണ്ണ ബെറ്റർ എന്ന് പറയുന്നത് കോക്കനട്ട് ഓയിൽ തന്നെയാണ്, വെളിച്ചെണ്ണ. എങ്ങനെയാണ് മിക്സ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എണ്ണ എടുക്കുന്നതിന് കുറച്ച് അളവ് കൂട്ടിയിട്ട് എടുക്കുക. എന്ന് പറയുമ്പോൾ ഒരു സ്പൂണെന്ന് എണ്ണ എടുത്താൽ 2 സ്പൂണ് ഉള്ളി നീര് കൂടെ ചേർത്തിട്ട് അപ്ലൈ ചെയ്യുക. ഇനി അലോവേറയും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അലോവേറ ഇതുപോലെ ചിലർക്ക് മുടി കൊഴിച്ചിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എണ്ണ തന്നെയാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാര്യം ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ട് കണ്ടുവരുന്നുണ്ട് ഒരുപാട് പേർക്ക്. അവരാണ് ഈ ഉള്ളിനീര് കൊണ്ട് എന്താ പറയുക, ഉപയോഗമൊന്നും ഇല്ല എന്ന രീതിയിൽ പറയുന്നത്. ഒരിക്കലുമല്ല, ഉള്ളിനീര് യൂസ്ഫുൾ തന്നെയാണ്. യൂസ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് കുറേ പേർക്ക് റിസൾട്ട് ഇല്ല എന്ന രീതിയിലൊക്കെ പറയുന്നത്. റിസൾട്ടൊക്കെ ഉണ്ട്, ബട്ട് നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഡയറക്റ്റ് ആപ്ലിക്കേഷൻ ഗുഡ് തന്നെയാണ്, ബെനിഫിറ്റ് തരുന്നത് തന്നെയാണ്, നല്ല റിസൾട്ട് തരും. ബട്ട് കുറേ പേർക്ക് അത് എന്താ പറയുക, യൂസ്ഫുൾ ആവില്ല. കാര്യം ഓരോരുത്തരുടെ പ്രകൃത ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓരോ പ്രകൃതക്കാർ ഉണ്ടായിരിക്കും. ചിലർക്ക് ഇതുപോലെ തണുപ്പ്, പെട്ടെന്ന് ഫീവർ ഒക്കെ വരിക, കോൾഡ് വരിക, ഇതൊക്കെ കണ്ടുവരുന്നുണ്ട്. അത്തരക്കാർ മിക്സ് ചെയ്യുക എന്തെങ്കിലും ഒരു ഓയിലിൻ്റെ കൂടെ. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ശ്രദ്ധിക്കുക, ഉള്ളിനീര് ഒരുപാട് നേരം തലയിൽ വച്ചിരിക്കരുത്. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊരു രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്താലും ഒരു 30 മിനിറ്റിൽ കൂടുതൽ വച്ചിരിക്കരുത്. അപ്പോൾ നിങ്ങൾ എണ്ണയോട് കൂടെ ചേർത്തിട്ട്, എണ്ണ എന്ന് പറയുമ്പോൾ വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയുടെ കൂടെ ചേർത്തിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ എടുത്താൽ 2 സ്പൂൺ ഉള്ളി നീര് ചേർത്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്.
മറ്റൊരു രീതി എന്ന് പറയുന്നത് അലോവേറയുടെ കൂടെയും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അലോവേറ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓയിൽ തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്നവർക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം കേട്ടോ. അത്രക്കാർക്ക് ബുദ്ധിമുട്ടുള്ളവർക്കാണ് എന്ന് പറയുന്നത്. പ്രകൃതക്കാർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. 3 രീതിയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഉള്ളിനീര് ബെനിഫിറ്റ് തന്നെയാണ്. നിങ്ങൾക്ക് ആ ഒരു മുടി വളരാനും മുടി കൊഴിച്ചിൽ പ്രിവെൻറ്റ് ചെയ്യാനും ഡാൻഡ്രഫിനും ഒക്കെ തന്നെ ബെസ്റ്റ് തന്നെയാണ്. സൾഫർ അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ ഉള്ളിനീര് യൂസ് ചെയ്യാം എന്ന് പറയുന്നത്. സോ ഇപ്പോൾ ഡൗട്ട് മാറിയില്ലേ എന്തുകൊണ്ടാണ് എന്നുള്ളത്? സൾഫറാണ് മെയിൻ എന്താ പറയുക ഇതിൽ ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താ പറയുക കെരാറ്റിൻ്റെ ആ ഒരു പ്രൊഡക്ഷനും സൾഫറും ആയിട്ടുള്ള ആ ഒരു ലിങ്ക് കാരണമാണ് നിങ്ങൾക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത്. സോ കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്